കൂടൽ കസ്റ്റഡി മർദ്ദന കേസിൽ പോലീസിനെ ന്യായീകരിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളുടെ റിപ്പോർട്ടിന്റെ ഗൗരവത്തിനനുസരിച്ച് പോലീസ് പെരുമാറിയിട്ടുണ്ടായിരിക്കാം, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അത് ആ സംഭവം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതിന്റെ ഗൗരവം ഞാൻ കണ്ടതാണ്. നിങ്ങളൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരു പെൺകുട്ടിയെ ഇത്രമാത്രം പീഡിപ്പിച്ചു എന്നൊക്കെ അല്ലേ നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ആ ഗൗരവത്തിനനുസരിച്ച് പോലീസ് പെരുമാറിയിട്ടുണ്ടാവും. പിന്നെ അതിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് നടപടിയെടുക്കും. നടപടി കഴിഞ്ഞാൽ ഒരാളെ ട്രാൻസ്ഫർ ചെയ്തു, മറ്റേ റിപ്പോർട്ട് SP തന്നെ DGPക്ക് നൽകിയിരിക്കുകയാണ്, അവർ നടപടിയെടുക്കും. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് സുജു കൂടി ചേരുന്നുണ്ട്. സുജു, കൂടൽ കസ്റ്റഡി മർദ്ദന കേസിൽ പോലീസിനെ ന്യായീകരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതായത് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിന്റെ ഗൗരവത്തിനനുസരിച്ചാണ് പോലീസ് പെരുമാറിയതും ഉദ്യോഗസ്ഥർക്കെതിരെ ഈ സംഭവത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു എന്നുമാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ഇന്നത്തെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവി എടുത്ത നടപടിയിൽ തന്നെ കുടുംബം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ യുവജന സംഘടന ഉൾപ്പെടെ വലിയ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വിഷയം. മറ്റൊരു കാര്യമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ പോലീസ് കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നത്. ഈ കസ്റ്റഡി മർദ്ദനത്തെ പറ്റി ചോദിക്കുമ്പോഴാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരിക്കുന്ന രമേശ് ചെന്നിത്തല പറയുന്നത്, നിങ്ങൾ മാധ്യമങ്ങൾ എന്തെല്ലാമാണ് കൊടുത്തിരുന്നത്? ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, നിങ്ങൾ കൊടുത്തില്ലേ? നിങ്ങൾ കൊടുത്ത ഗൗരവം അനുസരിച്ച് പോലീസ് പെരുമാറിയിട്ടുണ്ടാകാം. ചെന്നിത്തലയുടെ വാക്കിനെ ശ്രദ്ധിക്കുക, പെരുമാറിയിട്ടുണ്ടാകാം. അതായത് മാധ്യമങ്ങളുടെ വാർത്തയനുസരിച്ച് പോലീസ് നിയമലംഘനം നടത്തി എന്നാണോ ആഭ്യന്തരമന്ത്രി പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് വരുന്നത്. കാരണം ഈ കേസ് പരിശോധിക്കുമ്പോൾ ആദ്യം പോലീസാണ് ഈ മൊഴിയടിസ്ഥാനത്തിൽ ഈ 20-കാരനെയും മറ്റു കുട്ടികളെയും കസ്റ്റഡിയിലെടുക്കുന്നത്. ആ കസ്റ്റഡിയിലെടുക്കുന്നതും 20-കാരനെ കസ്റ്റഡിയിലെടുത്തെല്ലാം ശേഷമാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത്. അതായത് പോലീസ് മാധ്യമ വാർത്തയ്ക്ക് പിന്നാലെയല്ല പോയത്, പോലീസിന്റെ നടപടിക്ക് ശേഷമാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയത്. അപ്പോൾ അത്രയും ഗൗരവമുള്ള സംഭവം അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്, മാധ്യമങ്ങളുടെ വാർത്ത കണ്ട് പോലീസ് പെരുമാറിയിട്ടുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്, ഇനി മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരു 20-കാരനെയും മറ്റു കുട്ടികളെയും കസ്റ്റഡിയിലെടുത്തിട്ട് 20 വയസ്സുള്ള ആ ചെറുപ്പക്കാരനെ തല്ലിച്ചതയ്ക്കുന്നതാണോ UDFന്റെ പോലീസ് നയമെന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതായത് പോലീസ് നടപടിയെ ലഘുവായി കാണുന്നു, കസ്റ്റഡി മർദ്ദനത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ന്യായീകരിക്കുകയും ചെയ്യുന്നു. അതാണ് മാധ്യമങ്ങൾ കൊണ്ടതല്ല, അതനുസരിച്ച് പെരുമാറിയിട്ടുണ്ടാകാം എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ ഒരു ഒഴുക്കൻ മട്ടിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇതുണ്ടെങ്കിൽ ഈ അതിക്രമം ഉണ്ടെങ്കിൽ നടപടിയെടുക്കുന്നത്. മാത്രമല്ല വലിയ ആക്ഷേപം ഉയർന്നിരിക്കുന്നത് ഈ 4 ഉദ്യോഗസ്ഥർ തന്നെ ക്രൂരമായി തല്ലിച്ചതച്ചു. അത് പറയുന്നത് കാലിൽ ബൂട്ടിട്ട് ചവിട്ടുക, കാൽവെള്ളയിൽ ലാത്തിക്കൊണ്ടടിക്കുക, ചെവി പിടിച്ച് കറക്കുക, മുടിക്ക് പിടിക്കുക. അത് ഹൃദ്രോഗിയായി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അത് കൃത്യമായി പാടുള്ള യുവാവാണ്. അതായത് നമുക്ക് സർട്ടിഫിക്കറ്റിന്റെ പോലും ആവശ്യമില്ല, ഹൃദ്രോഗിയാണ്. അങ്ങനെ ഒരു യുവാവിനെ 4 പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചിട്ട് ആ കേസിൽ SI ജയേഷിനെ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക മാത്രമാണ്. ഇത് CAക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പം മറ്റ് 3 പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ സുരക്ഷിതരായിരിക്കുന്നു, അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല. മാത്രമല്ല സസ്പെൻഡ് ചെയ്യണം, ഈ ക്രൂരമായ നടപടി സ്വീകരിച്ച സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാണ്. അതാണ് വേണ്ടത്, എങ്കിൽ മാത്രമേ തനിക്കും തൻ്റെ കുടുംബത്തിൽ നീതി ലഭിക്കുകയുള്ളതാണ് ഈ മർദ്ദനമേറ്റ യുവാവ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം അങ്ങനെ നിൽക്കുമ്പോഴാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞ ആ പ്രശ്നം അവിടെ അവസാനിച്ചു, നടപടിയെടുത്തു. അതായത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എടുത്ത നടപടിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ന്യായീകരിക്കുന്നു. 2 കാര്യങ്ങളാണ് ഇതിൽ. ഒന്ന്, കണ്ണിൽ ഇടാൻ വേണ്ടിയിട്ട നടപടിയെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ന്യായീകരിക്കുന്നു. മറ്റൊന്ന്, കസ്റ്റഡി മർദ്ദനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ മാധ്യമ വാർത്തയ്ക്കനുസരിച്ച് പോലീസ് പെരുമാറിയിട്ടുണ്ടാകാമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് ചെയ്തത്.